പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ രാത്രികാലം സ്വസ്ഥമായ ഉറക്കം തന്ന് രാവിലെ ഉണർന്നെഴുന്നേൽപ്പാൻ സഹായിച്ച ദൈവത്തിന് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ നമ്മെ മെടഞ്ഞ ദൈവം നമ്മുടെ ആരംഭവും അവസാനവും അറിയുന്നു എന്ന വിഷയത്തെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിക്കുകയുണ്ടായി. ബഹർണൈസേഷൻ കാരണം 1996 ഹസ്ബൻഡിന് ജോലി നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ അതേ കസേരയിൽ ജോലിയിൽ മടക്കിയിരുത്തും എന്ന് 2 പ്രവാചകന്മാരിൽ കൂടെ ദൂതറിയിച്ചതിനാൽ 4 വർഷം കഴിഞ്ഞ് അതേ കമ്പനിയിൽ ജോലിയിൽ കയറുവാൻ ദൈവം ഇടയാക്കി. ആ അനുഭവ സാക്ഷ്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നത്. 2022 വരെ റിട്ടയർമെൻ്റ് ആകുന്നതുവരെ ആ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുവാൻ ദൈവം സഹായിച്ചു. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, ഇതൊക്കെയും കിട്ടും എന്ന ദൂത് ലഭിച്ചിരുന്നതിനാൽ കർത്താവിൻ്റെ സാക്ഷിയാകുവാൻ തീരുമാനിച്ചു. ചർച്ചിൻ്റെ ഏരിയ കോർഡിനേറ്ററായിരിക്കാൻ പാസ്റ്റർ ഏൽപ്പിച്ച ജോലി ഹസ്ബൻഡ് ഏറ്റെടുത്തു. ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യുവീൻ എന്ന ആലോചന ഏറ്റെടുത്തതുകൊണ്ട് അത് ചെയ്തു തുടങ്ങിയപ്പോൾ ആ ജോലിയിൽ മടക്കിയിരുത്തും എന്ന വാഗ്ദത്തവും നിവൃത്തി ആയി. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ ചുറ്റുമുള്ളവർ വിധി എഴുതും. ഇവരുടെ ഏതെങ്കിലും ജീവിതത്തിൻ്റെ കുറവുകൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. എന്നാൽ ഇരമ്യാവിൻ്റെ പുസ്തകം 29 അധ്യായം 11 വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ എപ്പോഴും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഉള്ളത് മാത്രമാണ്. പ്രാർത്ഥനയോടെ ദൈവഹിതം ആരാഞ്ഞറിഞ്ഞുകൊണ്ട് നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നാൽ ദൈവം ആലോചന തന്ന് വഴി നടത്തും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ജോലി മടക്കി കിട്ടിയതിനാൽ ഞാനും മക്കളും തിരികെ ബഹറിനിൽ വന്നു. ബഹറിനിൽ തിരിച്ചു ചെന്നപ്പോൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചതുപോലെ ഞങ്ങൾ സുവിശേഷം പറയുവാനും ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് സാക്ഷിപ്പാനും പല വീടുകളിലും കടന്നുപോയി. ഡിവോഴ്സിൻ്റെ വക്കിലെത്തിയിരുന്ന ഒരു ഭവനത്തിൽ കടന്നുപോയി അവരോട് സുവിശേഷം പങ്കുവയ്ക്കുവാനും സഭയിൽ അവരെ കൊണ്ടുവരുവാനും ഇടയായിട്ടുണ്ട്. അവർ ഇന്നും ദൈവകൃപയാൽ ഒന്നിച്ച് ജീവിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അസോസിയേറ്റ് പാസ്റ്ററുടെ വൈഫ് അന്ന് അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റലിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇന്ന് 2 പേരും നിത്യതയിലായിരിക്കുന്നു. ആൻറ്റി എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ അനുഭവ സാക്ഷ്യം ഒരു CSI ഭവനത്തിൽ ഞാൻ പോകുന്നുണ്ട്, എന്നോട് കൂടെ വന്ന് അവിടെ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ആൻറ്റി ജോലി കഴിഞ്ഞിറങ്ങിയ സമയം ഞാൻ കടന്നു ചെന്നു. ഞങ്ങൾ ഒരുമിച്ച് ആ CSI ഭവനത്തിൽ കടന്നുപോയി ഞങ്ങളെ ദൈവം നടത്തിയ അനുഭവ സാക്ഷ്യം ഒക്കെ പങ്കുവച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു പിരിയാൻ നേരം അവിടുത്തെ മരുമകൾ ചായയുമായിട്ട് വന്നു. ആ മകൾ ഒരു ബേബി സിറ്റിംഗ് ഒരു കുഞ്ഞിനെ വീട്ടിൽ നടത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതുവരെയും പുറത്തു വരാതിരുന്നത്. ചായ കൊണ്ടുവന്ന് ഞങ്ങൾ പേര് ചോദിച്ചു. മോളുടെ പേരെന്താണെന്ന് ചോദിച്ചു. പേര് പറഞ്ഞു. നാട്ടിൽ വീട് എവിടാണെന്ന് ചോദിച്ചപ്പോൾ അമ്മായിമ്മയാണ് മറുപടി പറഞ്ഞത്. അവർ പറഞ്ഞു, മോള് പഞ്ചാബിയാണ്, ഞങ്ങളുടെ കൂടെ വന്ന് നിന്നതിന് ശേഷം മലയാളം പഠിച്ചതാണ് എന്ന് പറയുകയുണ്ടായി. അങ്ങനെ അമ്മയുടെ പരിചയപ്പെട്ടതിൽ സന്തോഷം എന്ന് പറഞ്ഞ് ഞങ്ങൾ പിരിയാൻ നേരം ആ കുട്ടി ചോദിച്ചു, ആൻറ്റി ഇനിയും വരുമോ? ആ ചോദ്യം കേട്ടപ്പോൾ ഞങ്ങൾ തിരിഞ്ഞു നിന്നു. എന്നിട്ട് എന്താണ് മോൾ അങ്ങനെ ചോദിച്ചത്, എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടോ എന്ന് തിരക്കിയപ്പോൾ അമ്മായിയമ്മ പറഞ്ഞു, അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി, ഇതുവരെ മക്കളില്ല എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ കൂടെ വന്ന ആൻറ്റിയോട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോകാം, ഇനി ഉടനെ നമ്മൾ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ. അങ്ങനെ ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നിർത്താൻ ആയപ്പോൾ ദൈവാത്മാവ് വലിയ പ്രേരണ തന്നിട്ട് ഇങ്ങനെ ഒരു ദൂത് അറിയിച്ചു, അടുത്ത വർഷം ഈ സമയം ഒരു ശമൂവേൽ ബാലനെ ദൈവം തരും എന്ന് പറഞ്ഞിട്ട് പോന്നു. വീട്ടിൽ വന്ന്
ചിന്തിച്ചു, ഞാൻ എന്താണ് പറഞ്ഞത്. ഞാൻ സ്വയമായിട്ടത് പറയുകയില്ല, ദൈവാത്മാവ് പ്രേരിപ്പിച്ച് പറയിച്ചതാണ്. എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ എന്തു നാണക്കേടാകും എന്നൊക്കെ മാനുഷിക നിലകളിൽ ചിന്തിച്ചു. എന്നാൽ പിന്നീട് അതങ്ങ് മറന്നുപോയി. ഏതാണ്ട് 2 മാസം കഴിഞ്ഞപ്പോൾ ആ ആൻറ്റി ജോലി കഴിഞ്ഞ് അതേ ഭവനത്തിൽ വീണ്ടും കയറിയപ്പോൾ ഒരു സന്തോഷ വാർത്തയാണ് കേട്ടത്. ആ മകൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നു. ആൻറ്റി എന്നെ കാര്യം വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ ഒന്നിച്ച് വീണ്ടും ആ ഭവനത്തിൽ കടന്നുപോയി. ആ സന്തോഷം മകളുടേത് മുഖത്തേത് വിളിച്ചറിയിക്കുവാൻ മേലാത്തൊരു സന്തോഷം മകളുടെ മുഖത്തുണ്ടായിരുന്നു. ഞങ്ങളുടെ ചർച്ചിലേക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. അങ്ങനെ ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുവാൻ പോകുമ്പോൾ എൻ്റെ കൂടെ ഞാൻ പിക്ക് ചെയ്യുമായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ സൺഡേ സ്കൂളിൽ അതിരിക്കുമായിരുന്നു. തുടർന്നുള്ള ആരാധനയും കഴിഞ്ഞിട്ട് അതിനെ ചർച്ചയിൽ നിന്ന് മടക്കി വീട്ടിൽ വിടുമായിരുന്നു. അങ്ങനെ ഏതാണ്ട് 3-4 മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബഹ്റിനിലുള്ള 2 ബ്രദേഴ്സ് ഹിന്ദിക്കാർ ഞങ്ങളുടെ ചർച്ചിൽ വരുവാൻ തുടങ്ങി. ആരാധന കഴിക്കുന്ന സമയം പാസ്റ്റർ അവരോട് ഹിന്ദിയിൽ സുവിശേഷം അറിയിക്കുകയും അവർ 2 പേരും സ്നാനത്തിന് സമർപ്പിക്കുകയും അങ്ങനെ സ്നാനപ്പെടുകയും ചെയ്തു. അങ്ങനെ അവരുടെ ഫ്രണ്ട്സിനെ കൂടെ കൂട്ടിക്കൊണ്ട് വരുവാൻ തുടങ്ങി. അങ്ങനെ ഹിന്ദി മീറ്റിംഗ് തന്നെ സഭയിൽ സ്റ്റാർട്ട് ചെയ്യുവാനിടയായി. അതിലൊരാൾ പിന്നീട് ബൈബിൾ കോളേജ് ചേർന്ന് പഠിക്കുവാൻ ഇടയായി എന്ന് കേട്ടു. പിന്നെ 7 മാസമായപ്പോൾ മകൾ പ്രസവത്തിനായി കടന്നുപോയി. പിന്നെ ദൈവത്തിൻ്റെ ആ ഒരു വാഗ്ദത്തം നിവൃത്തിയായ സന്തോഷ വർത്തമാനമാണ് ഞങ്ങൾ കേട്ടത്. ആ മകൾക്ക് ഒരു ആൺകുഞ്ഞിനെ തന്നെ ദൈവം കൊടുത്തു. പിന്നീട് അറിയുവാൻ കഴിഞ്ഞത് അവരുടെ പഞ്ചാബിലുള്ള മാതാപിതാക്കൾ ഈ വിവരമൊക്കെ അറിഞ്ഞ് അവരും രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റു എന്ന സന്തോഷ വാർത്തയാണ് കേൾക്കുവാൻ ഇടയായത്. ദൈവം വാക്കു പറഞ്ഞവൻ മാറുകയില്ല, നിവർത്തിപ്പാൻ അവൻ ശക്തനാണ്. വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുതപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. അവൻ കൽപ്പിക്കുന്നത് ചെയ്യാതിരിക്കുമോ? അവൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? കർത്താവ് ആ വാഗ്ദത്തം നിവർത്തിച്ചു. ആൺകുഞ്ഞിനെ തന്നെ ദൈവം ദാനമായി അവർക്ക് കൊടുത്തു. അപ്പോൾ ആ കുടുംബം മുഴുവൻ രക്ഷ പ്രാപിക്കുവാൻ ദൈവം ഉദ്ദേശിച്ചിട്ടായിരുന്നു ചില നന്മയുടെ വാതിൽ അവിടെ അടഞ്ഞത്. എങ്കിലും ദൈവത്തിന് അവിടെ പ്രവർത്തിപ്പാനുണ്ടായിരുന്നു. പിന്നീട് ഈ വചനം സമൂവേൽ ബാലൻ്റെ ആ ജനനത്തെക്കുറിച്ച് ദൈവനാമത്തിനായിട്ട് അല്പസമയം ഒന്ന് ചിന്തിക്കട്ടെ. ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിലാണ്. ഒന്നാം ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിലാണ് ശമൂവേൽ ബാലൻ്റെ ജനനം കാണുന്നത്. എൽക്കാനയുടെ ഭാര്യയായ ഹന്നായ്ക്ക് മക്കളില്ലായിരുന്നു. യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നത് കൊണ്ട് അവളുടെ പ്രതിയോഗിയായ പെനീന അവളെ വളരെ മുഷിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് വായിക്കുന്നു. അതുനിമിത്തം അവൾ കരഞ്ഞു, യഹോവയോട് പ്രാർത്ഥിച്ചു. ആലയത്തിൽ ചെന്ന് മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ച ഹന്നായോട് ഏലി പുരോഹിതൻ പറഞ്ഞു, ഇസ്രയേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ. സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. അവൾ അതേറ്റെടുത്തു. അവളുടെ മുഖം പിന്നെ വാടിയതില്ല എന്ന് എഴുതിയിരിക്കുന്നു. യഹോവ അവളെ ഓർത്തു. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. ശമൂവേൽ വളർന്നു ദൈവത്തിൻ്റെ കൃപാ കടാക്ഷമുണ്ടായിട്ട് ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകനായി തീർന്നു എന്ന് വചനത്തിൽ കാണുന്നു. ഈ വചനഭാഗം ഓർപ്പിച്ചുകൊണ്ടാണ് ആ പഞ്ചാബി കുട്ടിയോട് അടുത്ത ആണ്ട് ഈ സമയം ശമൂവേൽ ബാലനെ ദൈവം തരും എന്ന ദൂത് അറിയിച്ചത്. ഹന്നായുടെ ഗർഭം അടച്ചതും തുറന്നതും ദൈവമായിരുന്നു. ഹന്നായുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്തതുപോലെ ഈ മകളുടെ ജീവിതത്തിലും ദൈവം ചെയ്ത അത്ഭുതം നിമിത്തം ആ കുടുംബത്തെ മുഴുവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. നമ്മുടെ ഏതെങ്കിലും വിഷയം നമുക്ക് പ്രതികൂലമായി നിൽക്കുന്നുവെങ്കിൽ, അത് നിമിത്തം കുറ്റപ്പെടുത്തലുകളോ പരിഹാസമോ കേൾക്കുന്നുവെങ്കിൽ പതറാതെ ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കുന്നു. പ്രോവേർബ്സ് 3:5-6. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും.
യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. പുതിയ നിയമത്തിലും ഈ ഒരു അഷുറൻസ് ലഭിക്കുന്ന വചനമാണ് യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 13-14 വാക്യങ്ങൾ. ജോൺ 14 വേഴ്സ് 13 and 14. അവിടെ വായിക്കുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. പുത്രൻ്റെ നാമത്തിൽ ദൈവത്തോട് കഴിക്കുന്ന എല്ലാ അപേക്ഷകളും ദൈവം ചെയ്തു തരും എന്നുള്ള ഉറപ്പ് ഇവിടെ ലഭിക്കുന്നു. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ദൈവം അത് ചെയ്തു തരും. ദൈവഹിതത്തിന് നമ്മെ സമർപ്പിച്ചുകൊണ്ട് നാം ജീവിക്കുന്നെങ്കിൽ ആകുലതകളിൽ നിന്ന് നമ്മെ അകറ്റി സമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ അത് ഇടയാക്കും. ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, അത് ലോകം തരുന്ന സമാധാനം അല്ല എന്ന് പറഞ്ഞ കർത്താവിനെ പൂർണ്ണമായി പിൻപറ്റാം. അതിനായി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വചനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ.